ADV ന്യൂസ് അവതരിപ്പിക്കുന്ന വാരാന്ത്യ പരിപാടി വീക്കെൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിലൂടെ കാൽനടയാത്രികർ ഭയത്തോടെ അല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ സാഹചര്യം ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ തന്നെ നടപടികൾ സ്വീകരിച്ചു. ചടയമംഗലം ജംഗ്ഷനിലെ സംസ്ഥാന ഹൈവേ കടന്നുപോകുന്ന പാലത്തിലൂടെ കാൽനടയാത്രികർ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന സാഹചര്യം ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ADV ന്യൂസ് വാർത്തയെ തുടർന്നാണ് ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ച കാൽനടയാത്രികർക്കായി നടപ്പാലം നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. ADV ന്യൂസ് വാർത്തയെ തുടർന്ന് ടെലിഫോണിൽ സംസാരിച്ചപ്പോഴാണ് മുല്ലക്കര നടപടിയെക്കുറിച്ച് വിശദീകരിച്ചത്. ഈ ചടയമംഗലം ജംഗ്ഷനിൽ തന്നെ യാത്രയുടെയും കാൽനടയുടെയും ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഈ ചടയമംഗലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്തുള്ള ചടയമംഗലം പാലം. അത് KSTP കൊണ്ടും PW കൊണ്ടും അവരുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് ചെയ്യിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ്. അതിനുവേണ്ടി ധാരാളം മീറ്റിങ്ങുകൾ, മന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ചർച്ചകളെല്ലാം നടത്തിയതാണ്. പരാജയപ്പെട്ടപ്പോഴാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ കൊടുത്ത് ആ റോഡിന് ഒരു നടപ്പാലം ഉണ്ടാക്കാൻ, അങ്ങനെ ചടയമംഗലത്ത് വരുന്ന ഇപ്പോഴുള്ള ഗതാഗത ബുദ്ധിമുട്ടും യാത്രക്കാര്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും രോഗികൾക്കും ഒക്കെ നടന്നു പോകാനുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കെല്ലുകാരാണ് ആ വർക്ക് എടുത്തിരിക്കുന്നത്. അതിന്റെ മറ്റ് തടസ്സങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ വർക്ക് തുടങ്ങി പൂർത്തിയാക്കുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. നടപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും രോഗികൾക്കുമടക്കം നടപ്പാലത്തിലൂടെ ഭയമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. തെരുവുനായ ശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. സംഘടിച്ച് ശക്തരാകുന്ന വിഭാഗമായി തെരുവുനായ്ക്കൾ മാറിക്കഴിഞ്ഞു. കിഴക്കൻ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. പുത്തയം, പനച്ചിവിള എന്നിവിടങ്ങളിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ചെയ്തിരുന്നു. വിളക്കുപാറയിൽ കുഞ്ഞിൻ്റെ മുഖത്ത് തെരുവുനായ കടിച്ചു കീറിയത് വലിയ വാർത്തയായിരുന്നു. ബുധനാഴ്ച അഗസ്ത്യക്കോട് OLP സ്കൂളിന് സമീപം പനവിള വീട്ടിൽ ഷിബുവിൻ്റെ വളർത്തുകോഴികളെയാണ് തെരുവുനായകൾ കടിച്ചു കൊന്നത്. പട്ടാപ്പകലായിരുന്നു തെരുവുനായകളുടെ ആക്രമണമെന്ന് ഷിബുവിൻ്റെ മാതാവ് പൊന്നമ്മ പറയുന്നു. പട്ടികൾ കൂട്ടത്തോടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി കോഴിയെ രക്ഷിക്കാൻ നോക്കിയാൽ പട്ടികൾ എന്നെ കടിക്കും. അത് പേടിച്ച് ഞാൻ അകത്ത് കയറി കഥ അടച്ചത്. അല്ല, 5-6 പട്ടികളുണ്ടായിരുന്നു. കൂട്ടത്തോടെ ഒത്തിരി ഉണ്ടായിരുന്നു. എത്ര ഉണ്ടെന്ന് പോലും എനിക്ക് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടിൽ വേറെ ആരും അന്നേരം ഇല്ലായിരുന്നു. എനിക്ക് നടുവും നട്ടലൊന്നും വയ്യാത്ത, എനിക്ക് ഇറങ്ങി പട്ടിയെ ഓടിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പേടിച്ച് കയറി കഥ അടച്ചത്. 16 കോഴി ഉണ്ടായിരുന്നു. ഇനി 3 എണ്ണം ഉണ്ട്. ഇവനോടെ 3 എണ്ണം ഉണ്ട്. ബാക്കിയെല്ലാം കൊന്ന് നിരത്തിയിട്ട് ഒത്തിരി കൊണ്ടുപോയി. 7 എണ്ണം അവിടെ ചത്തത് കിടക്കുന്നു. ബാക്കി കൊണ്ടുപോയി. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കണ്ണ് തപ്പിയാൽ പിടിക്കുന്ന പേടിച്ച് നോക്കി തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയും കൂട്ടത്തോടെ വന്നപ്പോൾ എനിക്ക് ഭയമായി. അതുകൊണ്ട് പോയില്ല, ഇറങ്ങി. ഞാൻ പേടിച്ച് കഥ അടച്ചു. എന്നെ കൂടെ കടിക്കുമെന്നുള്ള പേടിയുണ്ട്. അതെനിക്ക് വയ്യാത്തതാണ്. 13 കോഴികളെയാണ് തെരുവുനായകൾ കടിച്ചു കൊന്നത്. തെരുവുനായകളുടെ ആക്രമണ സമയത്ത് ഭയന്ന് പൊന്നമ്മ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. തെരുവുനായകളുടെ ആക്രമണം രൂക്ഷമാകുമ്പോഴും സുപ്രീം കോടതി വിധിയെ മറികടന്ന് നടപടികളെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാകുന്നില്ല. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ്. ആശ കൊടുത്ത് വഞ്ചിതരായ ചിലരുടെ ദുഃഖങ്ങൾ കണ്ട് തിരികെ എത്താം. കോട്ടയ്ക്കൽ പറങ്കിമാവിള വീട്ടിൽ സാബുവിനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ഓഫീസിൽ നിന്നും സമ്മാനം ലഭിച്ചതായി കാണിച്ച് ഫോൺ കോൾ ലഭിച്ചത്. ഫോൺ കോൾ വിശ്വസിച്ച സാബു മേൽവിലാസവും നൽകി. മേൽവിലാസത്തിൽ തപാൽ ഓഫീസ് വഴി ലഭിച്ചതാകട്ടെ 10 രൂപ പോലും വിലമതിക്കാത്ത മുത്തുമാല. സമ്മാനം കൈപ്പറ്റുന്നതിനായി 1000 രൂപയും സാബുവിന് അടയ്ക്കേണ്ടി വന്നു. മാല പരിശോധിച്ചപ്പോഴാണ് അമളി മനസ്സിലായതെന്ന് സാബു പറയുന്നു. കൊച്ചിയിലെ ഷോറൂമിൽ നിന്ന് ഒരു മാല അടിച്ചിട്ടുണ്ട്. അത് മൊബൈലിൻ്റെ ഷോറൂമാണ്. അവിടെ നിന്ന് നമുക്ക് ഞറക്കിട്ടൊരു മാല അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
അത് 10 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ഓഫീസിൽ വരും, നമ്മളെ ഫുൾ അഡ്രസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുൾ അഡ്രസ്സ് കൊടുത്ത് ഇവിടെ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാല വന്നു. ഇന്നലെ പോസ്റ്റ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ തുണ്ട് കൊടുത്തിട്ട് പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ 1000 രൂപ അടച്ച് അത് എടുത്തില്ലെന്നാണെങ്കിൽ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെന്ന് ഈ മാല എടുത്ത് ഇപ്പോൾ ഇവിടെ 5 കൊണ്ടുവന്ന് അതിൻ്റെ സംശയം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് 10 രൂപയുടെ വിലയില്ലാത്തൊരു മാലയാണ്, ഇത് പറ്റിയിട്ടാണ്, ഇത് ഒരുപാട് ചീറ്റിങ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ട് വലിയ പ്രയാസമായിട്ട് ഇല്ലാത്ത പൈസ കൊടുത്താണ് വാങ്ങിച്ചത്. സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ മുൻപും വിവിധയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക, ഒന്നും ചെയ്യാതെ വില കൂടിയ സമ്മാനങ്ങൾ നമുക്കാരും നൽകുകയില്ല. വിലപിടിച്ച വസ്തുക്കളും പണവും സമ്മാനമായി ലഭിച്ചു എന്ന തരത്തിൽ വരുന്ന മെസ്സേജുകളും കോളുകളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ഇനി ആരും ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കട്ടെ. ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു. ഇതേ അവസ്ഥയാണ് ചില കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിലും ഉണ്ടായത്. പണം കുറെ ചിലവാക്കി, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി നിരവധി കുടിവെള്ള പദ്ധതികൾ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതികളിൽ ഒന്നുപോലും ഇതുവരെ പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഇടങ്ങളിൽ പോലും ഒരു ടാപ്പ് സ്ഥാപിക്കാൻ പോലും നടപടി ഉണ്ടായില്ല. രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി പണി കഴിപ്പിച്ച കുടിവെള്ള പദ്ധതികളുടെ പിന്നിൽ അഴിമതിയാണെന്ന ആരോപണം മുൻപ് തന്നെ ഉയർന്നിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ജലസംഭരണികൾ കാട് കയറി നാശത്തിന്റെ വക്കിലാണ്. കാലങ്ങൾ ഏറെ കഴിഞ്ഞെങ്കിലും യാതൊരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നെ ഈ ചിറ വൃത്തിയാക്കിയിട്ട് മനുഷ്യരൊന്നും കുളിക്കേണ്ട അതേ രീതിയിലാണ് പറഞ്ഞിട്ട് കുടിവെള്ള പദ്ധതി ഇങ്ങനെ ഇട്ടത്. അപ്പം പിന്നെ ഈ വെള്ളം ആരും ഉപയോഗിക്കുന്നുമില്ല. പിന്നെ ഇത് എന്തിനും ഇങ്ങനെ ഇട്ടേക്കുന്നതായിരിക്കും അതിനിപ്പോൾ ഇവിടുത്തെ മെമ്പർമാർമായിരിക്കണം. അത് അതേ രീതിയിൽ ഇങ്ങനെ കിടക്കുക. ഇല്ലല്ല, ഇപ്പം അത് പൂട്ടിയിട്ടേക്കുക. ലക്ഷങ്ങൾ മുടക്കി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ 10,000ങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനമായിരുന്നു മുൻപ് അധികൃതർ നൽകിയത്. എന്നാൽ ചിലവഴിച്ച ലക്ഷങ്ങൾ പാഴാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പൊതുജനത്തിന്റെ കീശയിലെ നികുതി പണമാണ് ഇത്തരത്തിൽ ജലരേഖയാകുന്നത്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ, ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിലാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും, കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. മൂത്രശങ്കയുള്ളവർ ദയവായി ഇവിടെ കയറരുത് എന്ന ബോർഡ് സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത്. അഞ്ചൽ പട്ടണത്തിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഇതൊന്നിനും സൗകര്യമില്ല.
അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കംഫർട്ട് സ്റ്റേഷനുകൾ പ്രവർത്തനരഹിതമാണെന്ന വാർത്ത മുൻപ് തന്നെ ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അഞ്ചൽ പട്ടണത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇടമില്ലാത്ത അവസ്ഥ തന്നെയാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തെ ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ്. സ്ത്രീകളടക്കം നിരവധി പേരാണ് ദിനം തോറും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നത്. ശൗചാലയമാകട്ടെ പൂട്ടിയിട്ട നിലയിലും മറ്റൊരു ശൗചാലയം വാതിൽ തകർന്ന് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന നിലയിലുമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഗ്രാമപഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പോലും ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിൻഭാഗത്താണ് പലരും മൂത്രവിസർജനം നടത്തുന്നത്. തന്മൂലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുറകുഭാഗത്ത് അസഹനീയമായ ദുർഗന്ധമാണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശൗചാലയം നിർമ്മിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. നിലവിലെ ശൗചാലയം ഉപയോഗപ്രദമാക്കിയാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ശൗചാലയങ്ങൾ പോലും ഉപയോഗപ്രദമാക്കാൻ കഴിയാത്ത അധികൃതർ എങ്ങനെ അഞ്ചൽ പട്ടണത്തിലെ കംഫർട്ട് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നവരുടെ ചോദ്യം. പുരാണ സിനിമകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സംവിധായകർക്ക് ഒരു സന്തോഷ വാർത്ത. കൊമ്പേറ്റിമല തടിക്കാട് റോഡ് 27 വർഷമായി അധികൃതർ സ്വാഭാവിക വനം പോലെ മാറ്റം വരുത്താതെ സംരക്ഷിക്കുകയാണ്. ഷൂട്ടിങ്ങിനായി ഈ റോഡ് സംവിധായകർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 3 പതിറ്റാണ്ടോളമായി കൊമ്പേറ്റിമല തടിക്കാട് പാത രൂപീകൃതമായിട്ട്. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ വഴി ടാർ ചെയ്യാനോ സഞ്ചാരയോഗ്യമാക്കാനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. മഴക്കാലത്ത് വെള്ളമൊഴുകി വലിയ ചാലുകൾ രൂപപ്പെടുകയും ചെളുക്കുണ്ടായി മാറുകയും ചെയ്ത റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ വഴി വെട്ടിവെച്ചിട്ട് 27 വർഷമായി. 27 വർഷക്കാലങ്ങൾ കൊണ്ട് അന്നൊരു ഇടവഴിയായിരുന്നു, ഇതുപോലെ കിടക്കുന്ന ഒരു ഇടവഴി ആയിരുന്നു. ആ വഴി ഇങ്ങനെ പോയി ഈ തോടെല്ലാം നികത്തി നേരെ തടിക്കാട് കൊമ്പേറ്റിമല റോഡ് വെട്ടിവെച്ചു. മറ്റേ റോഡ് അവിടെ നിന്ന് മീനെണ്ണുമെന്ന് വെട്ടി അശ്രമങ്ങളിൽ ഇറക്കിയിട്ട് 52 വർഷമായി. ഇന്നാഴി വരെ യാതൊരു വിധമായ ഒരു പുരോഗതിയോ ഇതൊന്നും ഈ കൊമ്പേറ്റിമല പ്രദേശത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ശകലം ഉണ്ടാക്കി വെക്കും, മറ്റേടത്ത് വേറെ ഒന്നും ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി. വോട്ടിൻ്റെ സമയമാകുമ്പോഴത്തേനും ഇംഗ്ലാ സിന്താവാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങോട്ട് തള്ളിക്കയറിക്കൊണ്ട് വരും. ഇത് തന്നെ ഇവിടുത്തെ ഒരു സ്ഥിതി. എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പിന്നെ ഇത്രയെങ്കിലും ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷക്കാരിരുന്ന കാലഘട്ടത്തിൽ ഈ റോഡിൻ്റെ ഈ കലങ്ങുകളും ഇതെല്ലാം തീർത്ത് അവരിരുന്ന കാലഘട്ടത്തിലാണ് ഈ സൈഡ് കെട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിൻ്റെ അവർ മുടക്കാൻ നോക്കുന്ന ഒരു സ്ഥിതിയേ ഉള്ളൂ. അവർ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അവരും ഇതുപോലെ അവരെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റവർ ജയിപ്പിക്കത്തില്ല, ഇവരെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പം മറ്റവരും തടസ്സമായിരിക്കും. പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ വന്നു കയറാനോ പൊറുതിമുട്ടുന്ന ഒരു സ്ഥിതിയിലാണ്. ഒരു വണ്ടി വരാനോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ എടുക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴും, പണ്ടത്തെ പോലെ. ആ സ്ഥിതിയാണ്. കണ്ടില്ലേ റോഡിൻ്റെ ഇപ്പം ഇങ്ങനെയെങ്കിലും കിടക്കുന്നത്, ഇങ്ങനെയൊന്നും അല്ല. ആ സ്ഥിതിയാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കൊമ്പേറ്റിമല പ്രദേശത്ത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന കൊമ്പേറ്റിമല ഭാഗത്തു നിന്നും തടിക്കാടിലെത്താൻ ഈ പാതയിലൂടെ 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. എന്നാൽ കൊമ്പേറ്റിമല തടിക്കാട് പാത സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികളടക്കം 6 കിലോമീറ്ററിലധികം ചുറ്റിയാണ് തടിക്കാടിൽ എത്തുന്നതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. തടിക്കാട് സ്കൂളിൽ പോകാൻ 2.5 കിലോമീറ്ററേ ഉള്ളൂ. പിള്ളേരൊക്കെ LPSലാണ് പഠിക്കുന്നത്. പക്ഷേ ഇവർ ഈ റോഡേ കറങ്ങി ചുറ്റി മെയിൻ റോഡേ പോയി 3-4 കിലോമീറ്റർ വണ്ടി പോയാൽ അവർ സ്കൂളുകളിൽ പോകുന്നത്. നമുക്കൊക്കെ ഇവിടുന്ന് എളുപ്പം നടത്തിവിടാവുന്ന ദൂരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കറങ്ങി ചുറ്റിയ പിള്ളേരെല്ലാം സ്കൂളിൽ വിടുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നമായ കൊമ്പേറ്റിമല തടിക്കാട് പാത പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഈ പാതയെ അവഗണിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മൊത്തം മുറിഞ്ഞ് വണ്ടികളെല്ലാം കുഴിയിൽ ചാടി കിടക്കുക. അത് ആൾക്കാർ വന്ന് എടുത്തു പൊക്കെയാണ് പറഞ്ഞു വിടുന്നത്. എത്ര വണ്ടികളില്ല കുഴി വീഴാൻ തുടങ്ങിയ കലങ്ങിനപ്പുറം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ വന്നിട്ട് 30 വർഷത്തോളമായി ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട്. ഇന്നും ഈ റോഡിൻ്റെ ഒരു പണി ഇന്ന് വരെ ഒന്നും ശരിയായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ പല ആൾക്കാരും വന്ന് പൈസ ഉണ്ട്, എളുപ്പം ശരിയാക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ റോഡ് ഇതിൻ്റെ പണി ചെയ്തിട്ടുമില്ല.
അതിൻ്റെ ആൾക്കാരെ പോലും പിന്നെ കണ്ടിട്ടുമില്ല. എല്ലാവരും വോട്ടിന് വരുമ്പം തന്നെ പറയും പെട്ടെന്ന് ഈ വഴി ശരിയാക്കിയിട്ടേ ഇനി മറ്റുള്ള വഴി ശരിയാക്കാൻ പോകത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഇന്ന് വരെ ഈ റോഡ്, അതും കൊച്ചുങ്ങളെല്ലാം സ്കൂളുകളിൽ പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും പോകാതെ കൊച്ചുങ്ങൾ ബുദ്ധിമുട്ടുക കിടന്നു. അങ്ങനെ അതേ രീതിയിലാണ്. ഏറെക്കാലമായി പ്രവർത്തനരഹിതമായി കിടന്ന റബ്ബർ ഉൽപ്പാദക സംഘത്തിന്റെ വാർത്ത പോയ വാരത്തിൽ ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത കണ്ട് തിരികെ എത്താം. നൂറുകണക്കിന് റബ്ബർ കർഷകരുടെ ആശ്വാസ കേന്ദ്രമായിരുന്ന റബ്ബർ ഉൽപ്പാദക സംഘം അടച്ചുപൂട്ടിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഈച്ചംകുഴി റബ്ബർ ഉൽപ്പാദക സഹകരണ സംഘമാണ് അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിടുന്നത്. കൊച്ചീച്ചംകുഴി വിളക്കുപാറ പാതയ്ക്ക് സമീപം 1998 സംഘം പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യം 50 അംഗങ്ങൾ ഉണ്ടായിരുന്ന സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി 25 സെന്റ് സ്ഥലം വാങ്ങി അതിൽ കെട്ടിടം നിർമ്മിച്ചു. കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന റബ്ബർ പാൽ സംസ്കരിക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമാക്കി മാറ്റുന്നതിനുമായുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് റബ്ബർ ബോർഡിൽ നിന്നും ഗ്രാൻറ്റും സബ്സിഡി തുകയും അനുവദിച്ചു. ഈ തുക ഉപയോഗിച്ച് 2 ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിച്ചെങ്കിലും വർഷങ്ങൾക്കു ശേഷം സമീപത്തെ ചില കുടുംബങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നതിനാൽ ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. അഞ്ചൽ, കരവാളൂർ, ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ നിരവധി പേർക്ക് ഈ റബ്ബർ സംഭരണ കേന്ദ്രം ആശ്വാസമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് 2.5 വർഷത്തോളമായി ഇങ്ങനെ കിടക്കുകയാണ്. അത് എല്ലാവരുടെയും കൂടെ ആണ്. 10-200 പേര് കൂടെ ചേർന്ന് ഓഫീസ് ആയിട്ട് നടത്തിയതാണ്. ഈ റബ്ബറിൻ്റെ പിന്നെ ക്ലാസ്സും സെമിനാറും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ വരുമായിരുന്നു. അപ്പം ആരും വരുന്നില്ല. എന്തോന്നും തിരക്കില്ലായിരുന്നു. അത് നമ്മളാരും തിരക്കില്ല. നമ്മളായിട്ട് ഇത് 2 വർഷത്തിൽ കൂടുതലായി. എത്ര വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു? ഏതാണ്ട് 10 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മുകളിലൊരു വീട്ടിൽ വെച്ചാണ്, പ്രൈവറ്റ് വീട്ടിൽ വെച്ചാണ് എൻ്റെ കമ്മിറ്റി കൂടിയത്. അതെന്തോ കാര്യമെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയുന്നില്ല. ബാക്കിയുള്ള അംഗങ്ങളെയൊന്നും അറിയിച്ചില്ലേ? എല്ലാവരെയും ഒന്നും അറിയിപ്പിച്ചില്ല, കുറച്ച് പേരെയൊക്കെ അറിയിപ്പിച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് പ്രവർത്തനം നടന്നു. അതായത് നേരത്തെ നടന്ന സമയങ്ങളിൽ ഈ പാലൊക്കെ എങ്ങനെയായിരുന്നു? പാല് ഓരോരുത്തർ പിന്നെ വണ്ടി വിളിച്ച് കന്നാസിൽ ഇവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. കൊടുത്ത് തൂക്കി അതിൻ്റെ റീഡിങ് നോക്കി അപ്പോഴേ തന്നെ റീഡിങ് അറിയാം. ഇവിടുത്തെ പ്രവർത്തനങ്ങളും കൂടെ ഒന്ന് പറയാമോ? ഇത് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഇപ്പം പാലിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ആക്കി വിടുകയാണോ, എങ്ങനെയായിരുന്നു? ഷീറ്റാക്കി കൊടുക്കുക, ഷീറ്റാക്കി പിന്നെ ഗ്രേഡ് ഷീറ്റാക്കി ഉണക്കി കൊടുക്കുമായിരുന്നു. മാസം തോറുമൊക്കെ അവരുടെ സൗകര്യം പോലെ കൊടുത്തു. പിന്നെ എവിടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത അത്യാവശ്യക്കാർക്ക് പൈസ കൊടുക്കുമായിരുന്നു. ഇത് പൊളിയാനുള്ള കാരണം അതിനെപ്പറ്റി ഒരു വിധം നമുക്കറിയില്ല. ഇപ്പോൾ ഇത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും വരുന്നില്ല. 2000ന്റെ തുടക്കത്തിൽ റബ്ബറിന്റെ ആധുനികവൽക്കരണത്തെക്കുറിച്ചും നവീന കാർഷിക സമ്പ്രദായങ്ങളെക്കുറിച്ചുമെല്ലാം കർഷകർക്ക് അവബോധം നൽകുന്നതിനുള്ള കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണിത്. അടച്ചുപൂട്ടിയ റബ്ബർ ഉൽപ്പാദക സംഘം പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ റബ്ബർ ബോർഡ് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വക്കമുക്ക് കലാകൈരളി സാംസ്കാരിക വേദിയുടെ ഭാഗമായി നടന്ന ചില നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഒരിക്കൽ കൂടി. വക്കമുക്ക് കലാകൈരളി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും പുനലൂർ പോളിടെക്നിക്കിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഹ്രസ്വകാല വയറിംഗ് കോഴ്സിൻ്റെ ഭാഗമായാണ് വക്കമുക്ക്, ചൂരക്കുളം എന്നിവിടങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീടുകളിൽ സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്തു നൽകുന്നത്. വയറിംഗ് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന്റെ ഭാഗമായാണ് വയറിംഗ് ജോലികൾ ചെയ്തു നൽകുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഇൻസ്ട്രക്ടർ രാജേഷ് കുമാർ പറഞ്ഞു. ഇത് ഗവൺമെന്റ് പോളിടെക്നിക് പുനലൂരിൻ്റെ CDTP എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം നടത്തുന്ന പരിശീലന പരിപാടിയാണ്. അപ്പം ഇവിടെ വക്കമുക്ക് സെൻറ്ററിൽ ഇലക്ട്രീഷ്യൻ ആൻഡ് ഹൗസ് വയറിങ്ങിൻ്റെ ഒരു 3 മാസത്തെ കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. വക്കമുക്ക് കലാകൈരളി ക്ലബ്ബിലാണ് ഇത് നടത്തുന്നത്. അപ്പം അതിന് പഠനത്തിൻ്റെ ഭാഗമായിട്ട് പിള്ളേരുടെ പ്രാക്ടിക്കലിനും വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മൾ വീടുകൾ വൈദ്യീകരിച്ച് കൊടുക്കുന്നുണ്ട്. വയറിംഗ് പരിപാടികൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. കലാകൈരളി സാംസ്കാരിക വേദിയുടെ ഭാഗമായി പുനലൂർ പോളിടെക്നിക് കോളേജുമായി ചേർന്ന് നടത്തുന്ന കോഴ്സുകൾ ഏറെ പ്രയോജനപ്രദമാണെന്ന് പ്രസിഡന്റ് K. ബാബുരാജ് പറഞ്ഞു. പുനലൂർ പോളിടെക്നിക്കും കലാകൈരളിയും സംയുക്തമായി നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യമാക്കി അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ്
കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളി എന്ന സ്കീം ആസൂത്രണം ചെയ്യുകയും അതിലൂടെ കലാകൈരളി ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സൗജന്യമായി നടത്തിയ വയറിംഗ് മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് വീട്ടുടമസ്ഥരും സാക്ഷ്യം വെക്കുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ടിപ്പർ ലോറികളുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള സഞ്ചാരം ADV ന്യൂസിന്റെ പോയ വാരത്തിലെ വാർത്തയായിരുന്നു. ജില്ലയിൽ കൂടുതൽ കോറി പ്രവർത്തിക്കുന്ന ഇടനാട് മേഖലയായ കൊട്ടാരക്കര താലൂക്കിലെ ഇളമാട്, ഓയൂർ, അമ്പലംകുന്ന് മേഖലകളിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടിപ്പർ ലോറികളിൽ പാറ കടത്തുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ നിരത്തിലിറങ്ങുന്ന രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെയും ടിപ്പർ ലോറികളുടെ സർവീസ് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അമിത ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന ക്വാറി മാഫിയകൾ സ്കൂൾ സമയങ്ങളിൽ പോലും പാറ നിറച്ച് ടിപ്പർ ലോറികൾ നിരത്തിലൂടെ അമിത വേഗതയിൽ പായിക്കുകയാണ്. നിയമപാലകരുടെ കണ്ണിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടാലും അവർ കണ്ണടയ്ക്കുക പതിവാണ്. പാറ കഷ്ണങ്ങളും ചീളുകളും തെറിച്ചു വീണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാറയുമായി യാത്ര ചെയ്യുന്ന ടിപ്പറുകൾ ടാർപ്പകൾ ഉപയോഗിച്ച് മൂടണമെന്ന നിർദ്ദേശമുണ്ട്. എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെടുന്നില്ല. ടാർപ്പ ഉപയോഗിച്ച് പാറ നിറച്ച ടിപ്പർ ലോറികൾ മൂടാത്തതുമൂലം പാറച്ചീളുകൾ തെറിച്ചു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊല്ലം കുളത്തൂപ്പുഴ പാതയിൽ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്ന ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിലിന് തടയിടാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഞ്ചലിലെ സിനിമാ പ്രേമികൾ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന സിനിമാ പ്രദർശനം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അഞ്ചലിൻ്റെ ചലച്ചിത്ര പാരമ്പര്യത്തിന് അഭിമാനമായി സാംസ്കാരിക പ്രവർത്തകർ ലോക ക്ലാസിക്കൽ സിനിമകളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ ലോകോത്തര ഫിലിം മേക്കർമാർ തയ്യാറാക്കിയ 100 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ വലിയ പ്രചാരമാണ് സിനിമാ പ്രദർശന പരിപാടിക്ക് ലഭിക്കുന്നത്. ക്ലാസിക്കൽ സിനിമയെ പ്രേമിക്കുന്ന നിരവധി പ്രമുഖർ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കും. സിനിമകളെക്കുറിച്ചുള്ള അവലോകനങ്ങളും സെമിനാറുകളും ചലച്ചിത്ര പ്രദർശനത്തോടനുബന്ധിച്ച് നടക്കും. വൻ നഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം സിനിമാ പ്രദർശനങ്ങൾ അഞ്ചലിൽ നടക്കുമ്പോൾ വൻ വിജയമാക്കാനാണ് മനുഷ്യസ്പർശിയായ സിനിമയെ സ്നേഹിക്കുന്നവർ ശ്രമിക്കുന്നത്. 100 ആഴ്ച 100 ക്ലാസിക്കൽ സിനിമ എന്ന പേരിൽ നടക്കാനിരിക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ നിരവധി വിദേശ ക്ലാസിക്കൽ സിനിമകളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. പരിപാടിക്ക് മുന്നോടിയായി ജൂലൈ 19 ഞായറാഴ്ച അഞ്ചൽ പനാസിയ PSC കോച്ചിംഗ് സെന്ററിൽ വെച്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗും ചേരുന്നുണ്ട്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികലാംഗർക്ക് മുച്ചക്ര വാഹനമെന്ന അഭിനന്ദനാർഹമായ പദ്ധതി സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വാർത്ത ഒരിക്കൽ കൂടി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 2014-15 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ വികലാംഗർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്നത്. 60 ലക്ഷം രൂപ വിനിയോഗിച്ച് സംസ്ഥാന വികലാംഗ കമ്മീഷനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വാഹനങ്ങൾ വാങ്ങാൻ കരാർ നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ പറഞ്ഞു. നമ്മൾ അഞ്ചൽ ബ്ലോക്ക് 2014-15 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഭിന്നശേഷിയുള്ളവർക്ക് സ്കൂട്ടർ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നൊരു പദ്ധതി.
അത് 60 ലക്ഷം രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക നമ്മൾ ഉൾക്കൊള്ളിച്ചത്. അത് വലിയൊരു പദ്ധതി ആയതുകൊണ്ട് തന്നെ മറ്റ് ആരോപണങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തിൽ ഈ വാഹനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ചുമതല ഗവൺമെൻറ് ഏജൻസിയായ വികലാംഗ കോർപ്പറേഷനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഗുണമേന്മയുള്ള സാധനം ലഭിക്കാനും കുറച്ചേറെ വർഷം മറ്റ് പണികളൊന്നും ഇല്ലാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ഭിന്നശേഷിയുള്ളവർക്ക് കൊടുക്കുന്നതാണ്. എണീറ്റ് നടക്കാൻ ശേഷിയില്ലാത്ത കാലില്ലാത്തവർക്കാണ് അത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 55 വണ്ടികളാണിപ്പോൾ നമ്മൾ ഈ മാസം 24-ാം തീയതി നമ്മുടെ പഞ്ചായത്ത് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറാണ് 24-ാം തീയതി 3 മണിക്ക് ഇവിടെ എത്തി ഇത് വിതരണം ചെയ്യുന്നത്. നമ്മൾ ഇത് ഇങ്ങനെ ഒരു മനുഷ്യത്വപരമായ വികസനം എന്ന് പറഞ്ഞാൽ റോഡും പാലവും മാത്രമല്ലല്ലോ. പാവപ്പെട്ടവരെ, ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഒരാവശ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട വികസനങ്ങളൊന്നെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 24-ന് വൈകിട്ടാണ് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുക. പരിപാടി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. NK പ്രേമചന്ദ്രൻ MP, MLA-മാരായ അഡ്വക്കേറ്റ് K രാജു, മുല്ലക്കര രത്നാകരൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. വാരം തീർന്നാലും വാർത്തകൾ തീരുന്നില്ല. ADV ന്യൂസിൽ വീക്കെൻഡുമായി അടുത്തയാഴ്ച കണ്ടുമുട്ടാം. നമസ്കാരം.